ഗൈസ് നിങ്ങൾക്കിപ്പം ജസ്റ്റ് വെറുതെ വണ്ണം വെച്ച് പോകാനാണെങ്കിൽ ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ണം വെച്ച് പോകാം. പക്ഷേ അത് നല്ലൊരു ഗുഡ് ഹെൽത്ത് അല്ല. എന്നാലും ഞാൻ പറയുകയാണ്, ചോറ് വലിച്ചു വാരി കഴിക്കുക. അതായത് ഒരു 3 നേരം ചോറ് കഴിക്കുക. പിന്നെ രാത്രി ഓവറായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കുക. പിന്നെ ജങ്ക് ഫുഡ് അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ വലിച്ചു വാരി തിന്നുക. എന്നാൽ ഏത് വണ്ണം വയ്ക്കാത്തവനും 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും. പക്ഷെ അതൊരു നല്ല ഹെൽത്ത് അല്ല. കുടവയറൊക്കെ ചാടി പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അങ്ങനെ വണ്ണം വയ്ക്കാനാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതെങ്കിൽ അതാണ് ഒരു വഴി. 30 ദിവസം കൊണ്ട് അങ്ങനെ വണ്ണം വയ്ക്കാൻ പറ്റും. അതാണ് ഞാൻ തംബ്നെയിലിൽ ഇട്ടതുപോലെ. അല്ലാതെ നല്ല രീതിക്ക് ഒരു ഹെൽത്തി ബോഡി ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. 30 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. അതിന് ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഘടകങ്ങളും നിങ്ങളുടെ ആഹാരത്തിൽ വേണം. പിന്നെ ചോറ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം, അതായത് ഒരു നേരം മാത്രമേ ചോറ് കഴിക്കാവൂ. അത് വളരെ കുറച്ച് ലിമിറ്റ് മാത്രമേ കഴിക്കാവുള്ളൂ. ഓവറായിട്ട് കഴിക്കാൻ പാടില്ല. അതായത് ഒരു 25% ചോറും ബാക്കി ഒരു 75%ഓളം വെജിറ്റബിൾസും പ്രോട്ടീനും അതിൽ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഗുഡ് ഹെൽത്ത് അല്ലെങ്കിൽ ഒരു നല്ലൊരു ബോഡി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു എനർജി കിട്ടും. അല്ലാതെ ഈ 30 ദിവസം കൊണ്ട് വണ്ണം വയ്ക്കാനുള്ള ട്രിക്ക് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറായിട്ട് വലിച്ചുവാരി കഴിക്കുക, ഫ്രൈ ചെയ്തത് എല്ലാം കഴിക്കുക, ഷുഗറി ഐറ്റംസ് കുറേ കഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് വണ്ണം വയ്ക്കും. ഞാൻ അങ്ങനെ വണ്ണം വെച്ചതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഒരിക്കലും വണ്ണം വയ്ക്കാത്തൊരു ബോഡിയാണ് എൻ്റേത്. പക്ഷേ ഞാൻ ഈ 30 ദിവസം ഈ പറഞ്ഞ പോലെ വലിച്ചുവാരി ചോറും തിന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചപ്പോൾ വണ്ണം വെച്ചു. പക്ഷേ അതെനിക്ക് പിന്നെ മനസ്സിലായി. കാരണം ഒരു നല്ലൊരു ഹെൽത്ത് അല്ല. എൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് മാറി, വയറും ചാടി വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി. അപ്പോൾ ഇപ്പോഴും ഞാനത് കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ബോഡിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതായത് നല്ലൊരു ഹെൽത്താണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് അതുപോലെ തന്നെയുള്ള എല്ലാ ഘടകങ്ങളും നിങ്ങളുടെ ആഹാരത്തിൽ വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.